ശബരിമലയിൽ തീർത്ഥാടക തിരക്ക് തുടരുകയാണ്. ഇന്നലെ 84,000-ത്തിലധികം പേർ മല കയറി. ഇന്ന് രാവിലെയും തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. മണ്ഡല പൂജയ്ക്കായുള്ള മുന്നൊരുക്കങ്ങൾ സന്നിധാനത്ത് തുടരുകയാണ്. തങ്കയങ്കി ഘോഷയാത്ര മറ്റന്നാൾ വൈകുന്നേരം സന്നിധാനത്തെത്തും. ജി ശ്രീജിത്ത് ചേരുന്ന വിവരങ്ങളുമായി. ശ്രീജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. എന്താണ് ശബരിമലയിൽ നിന്നുള്ള പുതിയ വിവരങ്ങൾ? അശ്വതി, ശബരിമലയിലെ തിരക്കും ഇനി മണ്ഡല പൂജാ വിശേഷങ്ങളും തന്നെയാണ് ഇനി ബാക്കിയുള്ളത്. മണ്ഡല പൂജയ്ക്ക് ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. മറ്റന്നാളാണ് തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്ത് എത്തിച്ചേരുക. എന്തായാലും തിരക്ക് തുടരുകയാണ്. രാവിലെ മുതൽ നല്ല തിരക്കുണ്ട്. ഇന്നലെ സാധാരണ ഞായറാഴ്ചകളിൽ തിരക്ക് കുറവാണ്, വളരെ കുറയുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്നലെയും ഏതാണ്ട് 80,000 പിന്നിട്ട് ഭക്തർ സന്നിധാനത്തേക്ക് എത്തി എന്ന് തന്നെ നമുക്ക് പറയാം. അതിനും അപ്പുറത്തേക്കായിരിക്കാം ഒരുപക്ഷെ അന്തിമ കണക്ക് വരാൻ സാധ്യത. പക്ഷെ ഇന്ന് രാവിലെ വരെയുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് അത് അല്പം കുറവായിരുന്നു എന്നാണ് നേരത്തെ വന്നിരുന്ന റിപ്പോർട്ടുകൾ. പക്ഷേ നേരിട്ട് സ്പോട്ട് ബുക്കിംഗിലൂടെയൊക്കെ ഇന്നൊക്കെ നേരിട്ട് ഭക്തർ എത്തിക്കഴിഞ്ഞാൽ അത് പതിവ് പോലെ ഒരു 90,000-ലേക്ക് ഇന്നും തിരക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഉഷപൂജയ്ക്ക് നട അടച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭക്തരെ കടത്തിവിടുന്നതിൽ ഒരല്പം നിയന്ത്രണമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ 18-ാം പടിക്ക് താഴെയുള്ള കാഴ്ചകളാണ്. ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ് ഭക്തർ എന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും മണ്ഡല പൂജാ ദിവസം, അതായത് 25 മറ്റന്നാളും അതിനടുത്ത ദിവസവും തിരക്ക് നിയന്ത്രിക്കാനുള്ള ഒരുക്കങ്ങൾ, അതേപോലെ ഇവിടെ ഇന്നും നാളെയും ഒക്കെ എത്തുന്ന ഭക്തർ തമ്പടിക്കാനുള്ള സാധ്യത പോലും മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ മുൻനിർത്തി എന്തൊക്കെ ക്രമീകരണങ്ങൾ വേണം എന്ന് ആലോചിക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥതലത്തുള്ള യോഗങ്ങൾ കഴിഞ്ഞ 2-3 ദിവസമായി നടന്നു വരികയാണ്. ഇന്നും തുടരും. മന്ത്രി VN വാസവനാണ് മറ്റന്നാൾ പമ്പയിൽ ഈ തങ്കയങ്കി ഘോഷയാത്രയെ സ്വീകരിക്കുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഇന്നലെ തന്നെ സന്നിധാനത്തെത്തി ഏകോപനങ്ങൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. ADGP S ശ്രീജിത്തും വൈകാതെ ഇവിടെ എത്തുമെന്നാണ് വിവരം. അതായത് അങ്ങനെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ നേതൃത്വം നൽകിക്കൊണ്ട് മന്ത്രി തന്നെ ഇടപെട്ടുകൊണ്ടുള്ള ഒരു മുന്നൊരുക്ക ക്രമീകരണങ്ങളായിരിക്കും ശബരിമലയിൽ ഉണ്ടാകുക. എന്തായാലും മണ്ഡല പൂജയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഈ സന്നിധാനം. അശ്വതി. ശരി, ശ്രീജിത്താണ് സന്നിധാനത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.